ഇപ്പം നമ്മൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു കൊലപാതക രാഷ്ട്രീയമുണ്ട് ഓക്കെ. എന്നാണ് നമ്മളെല്ലാവരും കേട്ടതും കണ്ടതും. അതേ രീതിക്ക് പല സിനിമകളും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഏത് രീതിക്ക് പ്രേക്ഷകർക്ക് എടുക്കാൻ കഴിയുമെന്നാണ് ചാക്കോച്ചന്റെ ഒരു വിലയിരുത്തൽ? ഇത് ഇതിന്റെ ഒരു പൊളിറ്റിക്സ് പറയുന്നുണ്ടെങ്കിലും ഉം. ഇത് കാലാകാലങ്ങളായിട്ട് എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ്. ഒരു പ്രത്യേക പാർട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഏത് പാർട്ടിയിലും ഇത് സംഭവിക്കും. ഉം. ഏത് ടൈപ്പ് ആൾക്കാരും ഇതിലുണ്ടാവും. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യപ്പെടുന്നു, അവർ ചെയ്യുന്നതാണോ, അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണോ, ഇവരെ ഉപയോഗിക്കുന്നതാണോ എന്നുള്ളതെല്ലാം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഇനി നടക്കുകയും ചെയ്ത് ഇവിടെ മാത്രമല്ല എവിടെയും നടക്കുന്ന കാര്യമാണ്. അല്ല, ഇതൊരു കണ്ണൂർ പൊളിറ്റിക്സ് എന്ന രീതിയിലൊന്നും അല്ല. അതാണ്. അത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന കണ്ണൂരാന്നേ ഉള്ളൂ. ലോകത്തെ എല്ലായിടത്തും നടക്കുന്ന വിഷയമാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. അത് 100%. അതിനെ ഇപ്പൊ നമുക്ക് പറയാനുള്ള ഒരു വിഷയം നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രതലത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. അല്ലാതെ അതിപ്പം നമുക്ക് ഈ വിഷയം പ്രതിപാദിക്കാൻ ലോകത്ത് എവിടെ പോയാലും ചെയ്യാം. മനസ്സിലായി. ഡയറക്ടറുടെ വിഷനിൽ അല്ലെങ്കിൽ റൈറ്ററുടെ നറേറ്റീവില് അങ്ങനൊരു സ്പേസ് വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും ഇത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന വിഷയമാണ്. അല്ലാതെ കേരളത്തിൽ അല്ലെങ്കിൽ കണ്ണൂരിൽ അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അങ്ങനെ സ്പേസിലല്ല സിനിമ നിൽക്കുന്നത്. ആളുകളുടെ മനസ്സിലുള്ള സാധനമാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതെന്തായാലും അറിയോ, അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതാണ് ചോദിച്ചത്. അങ്ങനെ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ വിജയമാണ്. ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം അത് നടന്ന സംഭവങ്ങൾ എന്തായാലും ഇതിൽ ഉണ്ട്. ഇത് നടന്ന സംഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആൾക്കാരെ നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഇയാളല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന രീതി. കാരണം ഇത് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമയും പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ തന്നെയാണ്.